ഓർമ്മിക്കാൻ നമുക്കിടയിൽ ഒന്നുമില്ല, പക്ഷേ മറക്കാതിരിക്കാൻ എന്തോ ഒന്നുണ്ട്. നമ്മുടെയൊക്കെ ഹൃദയാഴങ്ങളിൽ പതിഞ്ഞുപോയ ഒരു വാക്കാണിത്. ഓരോ മഴക്കാലത്തും ആ മഴ പെയ്യുന്നത് ഇങ്ങനെ കാണുന്ന സമയത്ത് പത്മരാജൻ സാറിന്റെ തൂവാനത്തുമ്പികൾ എന്ന് പറയുന്ന ചിത്രത്തെയും അതിലെ കഥാപാത്രങ്ങളെയും ആ പശ്ചാത്തല സംഗീതത്തെയൊന്നും ഓർക്കാത്ത മലയാളികൾ ഉണ്ടായിരിക്കില്ല. പത്മരാജൻ എന്ന പ്രതിഭ മണ്ണാറത്തൊടിയിലെ ജയകൃഷ്ണനെയും ക്ലാരയെയും രാധയെയൊക്കെ മലയാളികൾക്ക് സമ്മാനിച്ചിട്ട് 38 വർഷം തികയുകയാണെന്ന്. പത്മരാജൻ സാറിന്റെ കയ്യൊപ്പ് പതിഞ്ഞ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ക്ലാസിക് റൊമാന്റിക് സിനിമയായ തൂവാനത്തുമ്പികൾ തന്റെ തന്നെ നോവൽ ഉദകപ്പോളയെ ആസ്പദമാക്കിയെടുത്ത സിനിമയായിരുന്നു. മലയാള സിനിമയിൽ അതുവരെ ഉണ്ടായിരുന്ന പ്രണയസങ്കല്പങ്ങൾ പൊളിച്ചെഴുതുകയും സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ വേറിട്ട തലം നൽകുകയും ചെയ്ത തൂവാനത്തുമ്പികൾ ആ കാലഘട്ടത്തിൽ അത്ര വലിയ ഹിറ്റായില്ലെങ്കിലും പിന്നീട് ഈ സിനിമ ആസ്വാദകർ ഏറ്റെടുത്തു എന്ന് തന്നെ വേണം പറയാൻ. വിവിധ ഭാവങ്ങളിലാണ് മണ്ണാറത്തൊടി ജയകൃഷ്ണൻ നമുക്ക് മുന്നിലേക്ക് എത്തിയത്. കുറെ കൊച്ചു വാശികളും കൊച്ചു അന്ധവിശ്വാസങ്ങളും കൊച്ചു ദുശീലങ്ങളൊക്കെ ഉള്ള ഒരാള്. നഗരത്തിലും നാട്ടിൻ പുറത്തുകാരനൊക്കെയായി രണ്ട് വ്യത്യസ്തമായ ജീവിതം നയിക്കുന്ന ജയകൃഷ്ണൻ എന്ന കഥാപാത്രത്തെ ലാലേട്ടൻ അനശ്വരമാക്കുമ്പോഴും ക്ലാരയിലെ പ്രണയത്തിന്റെ എല്ലാ ഭാവങ്ങളും നിറച്ച് സുമലത എന്ന നടി മലയാളികളെ മോഹിപ്പിക്കുകയായിരുന്നു. വിടർന്ന കണ്ണുകളും ആ നീണ്ട മുടിയും വലിയ പൊട്ടുമായി ക്ലാരയായി മാറിയ സുമലതയെ മലയാളികൾ പിന്നീട് ഹൃദയത്തോട് ചേർത്ത് നിർത്തി. എന്നാൽ തൂവാനത്തുമ്പികൾ എന്ന ചിത്രത്തിൽ രാധയായി പാർവതിയും നിറഞ്ഞു നിന്നു. പാടവരമ്പിലൂടെ ജയകൃഷ്ണന്റെ മുന്നിലേക്ക് എത്തിയ അല്പം ധിക്കാരത്തോടെ പെരുമാറുന്ന രാധ എന്ന ഉണ്ടക്കണ്ണിയോട് ആദ്യ കാഴ്ചയിൽ തന്നെ ജയകൃഷ്ണന് പ്രണയം ഒട്ടിടുന്നുണ്ടല്ലേ. തിരിച്ചങ്ങനെ ആയിരുന്നില്ലെങ്കിലും പതിയെ പതിയെ ആ ഇഷ്ടക്കേട് ഇഷ്ടത്തിലേക്ക് എത്തുന്നതും പിന്നീട് രാധയോട് എല്ലാം തുറന്നു പറയുന്ന ജയകൃഷ്ണന്റെയും ജയകൃഷ്ണൻ ക്ലാര ബന്ധം അറിഞ്ഞിട്ടും നിറഞ്ഞ മനസ്സോടെ ജയകൃഷ്ണനെ സ്വീകരിക്കുന്ന രാധയുടെയും പ്രണയകഥ എന്ന് വിശേഷിപ്പിക്കാനാണ് കുറച്ചു പേർക്കെങ്കിലും ഇഷ്ടം. ഈ സിനിമയുടെ ക്ലൈമാക്സിൽ പ്രത്യേകിച്ച് ഡയലോഗ് ഒന്നും തന്നെ ഇല്ല അല്ലെ, പക്ഷെ അവിടെ കേൾക്കുന്ന BGM അതൊരു വല്ലാത്ത ഫീൽ തന്നെയാണ് നൽകുന്നത്. ഈ സിനിമയുടെ പൂർണ്ണ അർത്ഥത്തെ സംഗീതം കൊണ്ട് ജോൺസൺ മാസ്റ്റർ മികവുറ്റതാക്കി മാറ്റി. മഴയും പ്രണയവും ഒന്നു ചേരുമ്പോൾ ജോൺസൺ മാസ്റ്ററുടെ പശ്ചാത്തല സംഗീതം അത് പറയാതിരിക്കാനാവില്ല. തൂവാനത്തുമ്പികൾ എന്ന ചിത്രത്തെ എക്കാലത്തെയും മികച്ച മലയാള ചലച്ചിത്രമാക്കിയതിന് പിന്നിൽ ജോൺസൺ മാസ്റ്ററുടെ പശ്ചാത്തല സംഗീതവുമുണ്ട്. തൃശൂരും വടക്കുനാഥനും കേരളവർമ്മ കോളേജും ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനൊക്കെ കഥാപാത്രങ്ങളായ തൂവാനത്തുമ്പികൾക്കൊപ്പം എന്നും നിറഞ്ഞു നിൽക്കുകയാണ്. ഒപ്പം ഈ സിനിമയിലൂടെ ലഭിച്ച 2 പാട്ടുകളാണ് ഒന്നാം രാഗം പാടി മേഘം പൂത്തു തുടങ്ങി. ശ്രീകുമാരൻ തമ്പി സാറിന്റെ രചനയിൽ പെരുമ്പാവൂർ G. രവീന്ദ്രനാഥ് സാർ സംഗീതം നൽകിയ ഈ പാട്ടുകൾ ഇന്നും ഏവർക്കും വളരെ ഇഷ്ടമാണ്. കഥകളുടെ ഗന്ധർവൻ പത്മരാജൻ സാർ സിനിമാസ്വാദകരുടെ മനസ്സിലേക്ക് പറത്തിവിട്ട പ്രണയത്തിന്റെ തൂവാനത്തുമ്പികൾ ഇങ്ങനെ പാറി നടക്കുകയാണ്. 38 വർഷങ്ങൾ പോയതറിയാതെ.